വെനസ്വേലയിൽ കടന്നു കയറി അതിരൂക്ഷമായ ആക്രമണം നടത്തിയിരിക്കുന്നു. അമേരിക്ക യുദ്ധഭീതിയിലാണ് ഇപ്പോൾ. വെനസ്വേല മയക്കുമരുന്ന് മാഫിയക്കെതിരായ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് വെനസ്വേലിയൻ തലസ്ഥാനം ഉൾപ്പെടെ 13 ഇടങ്ങളിൽ രൂക്ഷമായ ആക്രമണം, ഏതാണ്ട് അരമണിക്കൂറിലധികം നീണ്ടുനിന്ന മിസൈൽ ആക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മാത്രമല്ല, വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മെദ്യൂറോയെയും ഭാര്യയെയും ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി, രാജ്യത്തിന് പുറത്തു കൊണ്ടുപോയി എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇത് സത്യമാണോ എന്ന് കൂടി അറിയണം. ഫൈസൽ ഹംസയും ഒപ്പം സായ്കുമാറുമാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഫൈസൽ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മയക്കുമരുന്ന് മാഫിയ എന്ന് വെനസ്വേലയെ വിളിച്ചുകൊണ്ട് അതിന്റെ തലവൻ മദ്യൂറോയാണെന്ന് പറഞ്ഞുകൊണ്ട് ദീർഘനാളായി അമേരിക്ക ഇത്തരത്തിൽ ആക്രമണത്തിന് കോപ്പുകൂട്ടുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ആദ്യഘട്ടത്തിൽ ബോട്ടുകൾക്ക് നേരെ, ചെറിയ കപ്പലുകൾക്ക് നേരെ, പിന്നീട് അത് വലിയ കപ്പലുകൾക്ക് നേരെ എന്ന നിലയിൽ യാതൊരു വിധത്തിലുള്ള ചരക്ക് നീക്കവും സാധ്യമാകാത്ത രീതിയിലായിരുന്നു അമേരിക്കയുടെ ആക്രമണങ്ങൾ ഉണ്ടായത്. ഇപ്പോഴാ ഒരു രാജ്യത്ത് കടന്നു കയറി അവരുടെ തലസ്ഥാന നഗരിയാകെ ചുട്ടരിക്കുന്ന രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ട് സൈനിക താവളങ്ങൾ, പാർലമെന്റ് മന്ദിരം എന്നുവേണ്ട എല്ലായിടത്തും നാശം വിതയ്ക്കുന്ന രീതിയിൽ അമേരിക്കയുടെ ഒരു കടന്നുകയറ്റമാണ് നമ്മൾ കാണുന്നത്. വിനീത, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അടക്കം ആഗ്രഹിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ ഫിഫയുടേതടക്കമുള്ള സമാധാന പുരസ്കാരങ്ങൾ വാങ്ങാൻ ഓടി നടക്കുന്ന ഒരാളാണ്. മാത്രമല്ല, യുക്രൈനിലെ പ്രശ്നം പരിഹരിക്കാനും ഗാസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ അദ്ദേഹം നിരന്തരം ഇടപെടുന്നു എന്നുള്ള തോന്നലുണ്ടാക്കുന്നു. താൻ ലോകത്ത് 20ഓളം യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലടക്കം ഇടപെട്ടു എന്നൊക്കെ പറയുന്നു. പക്ഷേ മറുവശത്ത് ട്രംപ് ചെയ്യുന്നത് എന്താണ്? തൊട്ടടുത്തുള്ള അയൽരാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന വെനസ്വേലയ്ക്കെതിരെ ആക്രമണം നടത്തുന്നു. അതിന് കൃത്യമായ പദ്ധതി തയ്യാറാക്കുന്നു. കരീബിയൻ കടലിലെ സൈനിക നീക്കം എന്ന് തന്നെ ഇപ്പോൾ നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും. അമേരിക്കയുടെ സൈനിക സാന്നിധ്യം കഴിഞ്ഞ 2 മാസമായി കൃത്യമായി അവിടെ വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയുടെ മിസൈൽ വേദ, ഏറ്റവും വലിയ മിസൈൽ വേദ യുദ്ധക്കപ്പലിനെ അവിടെ വിന്യസിക്കുന്നു. മാത്രമല്ല, അറ്റ്ലാന്റിക് സമുദ്രത്തിലും ഈ തരത്തിലുള്ള ഒരു വലിയ ആക്രമണത്തിനുള്ള പദ്ധതി തയ്യാറാക്കുന്നു. അവിടെ സഞ്ചരിക്കുന്ന ബോട്ടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ 2 മാസത്തിനെതിരെ ഇടയിലുള്ള ഇത്തരത്തിലുള്ള ആക്രമണത്തിൽ മാത്രം 115 മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ടത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടോ അല്ലെങ്കിൽ ട്രംപ് പറയുന്നത് പോലെ ഇവർ മയക്കുമരുന്ന് കടത്തി എന്ന് തെളിഞ്ഞിട്ടോ എന്നുമല്ല. ട്രംപ് ആരോപിക്കുന്നു, അവർക്കെതിരെ ഒരു ആക്രമണം നടത്താൻ ആജ്ഞാപിക്കുന്നു, അവർക്കെതിരെ ആക്രമണം നടത്തുന്നു, അവരെ കൊല ചെയ്യുന്നു. മാത്രമല്ല, മറുവശത്ത് കൃത്യമായി പ്രഖ്യാപിക്കുകയാണ് അല്ലെങ്കിൽ നിർദ്ദേശം നൽകുകയാണ് CIA-ക്ക് വെനസ്വേലയിൽ കൃത്യമായി ഇടപെടണം, വെനസ്വേലയിൽ ഒരു ഭരണമാറ്റത്തിന് നേതൃത്വം നൽകണമെന്ന് CIA-യോട് വളരെ പരസ്യമായി പറയുകയാണ്. ആ തരത്തിൽ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തതിന് ശേഷമാണ് നിക്കോളാസ് മദുറോയെ പുറത്താക്കാൻ വേണ്ടി അല്ലെങ്കിൽ വെനസ്വേലയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നത്. നമുക്കറിയാം 2013 ഹ്യൂഗോ ഷാവേസിന്റെ മരണത്തിന് ശേഷം മദുറോ അധികാരമേറ്റ് ട്രംപ് ഭരണത്തിൽ വന്നപ്പോഴെല്ലാം ഇത്തരത്തിൽ വെനസ്വേലയുമായുള്ള ബന്ധം വളരെ രൂക്ഷമായിട്ടുണ്ട്, വളരെ മോശമായിട്ടുണ്ട്. അതിൽ ചില വിദേശ ഖത്തറടക്കമുള്ള ചില ഇരു രാജ്യങ്ങളുമായി ബന്ധമുള്ള അല്ലെങ്കിൽ നമുക്കറിയാം വെനസ്വേലയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പുതുതായി അവിടെ കണ്ടെത്തിയിരുന്ന അവരുടെ ഓയിലാണ്. ആ ഓയിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ എത്തുന്നത് മൂലമുണ്ടായ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ അമേരിക്ക അല്ലെങ്കിൽ വെനസ്വേല പ്രശ്നം ഇത്ര രൂക്ഷമാകാനുള്ള ഒരു കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെല്ലാം ഇടപെട്ട് ഈ തരത്തിൽ ഒരു സമവായത്തിനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇരു രാജ്യങ്ങളും നേരത്തെ ഈ 2 നേതാക്കളുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പൗരന്മാരെ വെനസ്വേലയും തടവിലാക്കിയിരുന്നു, വെനസ്വേലൻ പൗരന്മാരെ അമേരിക്കയും തടവിലാക്കിയിരുന്നു. ഇവരെയൊക്കെ മോചിപ്പിക്കുന്ന തരത്തിൽ കഴിഞ്ഞ വർഷം വളരെ ശുഭകരമായ രീതിയിലുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം അട്ടിമറിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപ് വിചാരിച്ചിരുന്നത്. ട്രംപിന്റെ കൃത്യമായ അല്ലെങ്കിൽ അമേരിക്കയുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്ന് വെനസ്വേലയും അല്ലെങ്കിൽ മദുറോയുടെ ആളുകളും കൃത്യമായി ആരോപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണ നടന്നത്. ആ തെരഞ്ഞെടുപ്പോട് കൂടി അതിൽ മദുറോ പരാജയപ്പെടുമെന്നായിരുന്നു ട്രംപ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ അതിൽ മദുറോ പരാജയപ്പെട്ടില്ല. മാത്രമല്ല, മദുറോ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെയാണ് എന്നാണ് ട്രംപിന്റെയും അല്ലെങ്കിൽ അമേരിക്കയുടെയും അവകാശവാദം. ഈ മദുറോ വീണ്ടും അധികാരത്തിൽ എന്ത് തന്നെയായാലും ഒരു രാജ്യത്ത് കടന്നു കയറിയാണ് ആക്രമണം നടത്തുന്നത്. ഇപ്പോഴത്തെ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒഫീഷ്യൽ പ്രസ് റിലീസ് തന്നെ വരികയാണ്. മദ്യൂറോ വിൽ ഫേസ് ജസ്റ്റിസ് ഫോർ ഹിസ് ക്രൈംസ്. മദ്യൂറോ
അദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്തരത്തിൽ വിചാരണ ചെയ്യപ്പെടാൻ പോവുകയാണ്, നീതിപീഠത്തിലേക്ക് മുൻപിലേക്ക് എത്തിക്കുകയാണ് മദ്യൂറോയെ എന്നുള്ള അവകാശവാദമാണ് അമേരിക്ക ഉന്നയിക്കുന്നത്. വെനസ്വേലയിൽ നിന്ന് അവിടുത്തെ സർക്കാർ പ്രതിരോധ മന്ത്രാലയം നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ മദ്യൂറോയെയും ഭാര്യയെയും കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നുകൂടിയാണ് അവർ അറിയിക്കുന്നത്. അതായത് ആശങ്കയുടെ മണിക്കൂറുകളാണ് ഇപ്പോൾ. വെനസ്വേലയും നഗരത്തെ പൂർണ്ണമായും ഇരുട്ടിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആക്രമണം മൂലം വൈദ്യുത ബന്ധമൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്നു, നിശ്ചലമാണ്. ഈ 7 സ്ഫോടനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായ സമയത്ത് തന്നെ മദ്യൂറോ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു.